കേരളത്തിലെ മതസൗഹാർദ്ദം രക്ഷിക്കാനും, കേരളത്തിലെ പോലെ ഒരു പറമ്പത്ത് ചർച്ചും മറ്റേ പറമ്പത്ത് മോസ്കും അപ്പുറത്തെ പറമ്പത്ത് അമ്പലമൊക്കെയുള്ള ഒരു സംസ്ഥാനം ഏതാ ഉള്ളത്? ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ പള്ളികൾ മധ്യപ്രദേശിൽ അവിടെ ഉണ്ടാക്കാൻ വിടുവോ? വലിയ പള്ളിയൊന്നുമല്ല ഏട്ടാ, ചെറിയ പള്ളിയാണ്, മരക്കുരിശൊക്കെയാ. അതിനെ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അവരടിച്ചു ഓടിക്കുകയല്ലേ. അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗത്തിന് അവിടെ ബാങ്ക് വിളിക്കാൻ പറ്റുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് 4-3 ഭൂരിപക്ഷത്തിന് ഭരിച്ചിടാ, വലിയ പത്രാസൊന്നും പറയണ്ട. നിങ്ങൾ അന്ന് കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷം പോലെ അവിടെ ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ ഒരു BJPക്കും അത് കൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നിട്ട് ഇവിടെ എല്ലാ വർഗീയവാദികളും കൂടി ഇടതുപക്ഷത്തെ അട്ടിമറിച്ചിട്ട് അല്ലേ വരാനിരിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിരിക്കുന്നു. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും നമ്മൾ എതിർക്കുന്നത് എന്തിനാ? അവരുടെ വ്യക്തികളെയല്ല, അവരെ നമ്മൾ എതിർക്കുന്നത് ഒരു കൂട്ടർ ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ പുറപ്പെടുന്നു. ഇവിടുത്തെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എവിടെ പോവും? ബൗദ്ധരും ജൈനരും എവിടെ പോവും? വലിയ പ്രശ്നമായിരിക്കും കേട്ടോ. ഇന്ത്യയിലെ സെക്യുലറിസം കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ ഇന്ത്യക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ കേരളത്തിലും അത് വ്യാപിപ്പിക്കാൻ മനുസ്മൃതി അനുസരിച്ച്, ചാതുർവർണ്ണ അനുസരിച്ച് ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കാൻ RSS പ്രചാരണം നടത്തുന്നു. അതേപോലെ ഒരുതരം താലിബാനിസം, ഇസ്ലാമിലൂടെയാണ് മോചനം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. ഇപ്പോൾ VD സതീശൻ പറയാണ് അതൊന്നല്ല, ഒരു നല്ലതാണ്. അതുകൊണ്ട് പറയാം നമ്മൾ കൂട്ടുന്ന മുസ്ലിം ജനവിഭാഗത്തിലെ മറ്റ് സമുദായ സംഘടനകളുണ്ടല്ലോ, സുന്നിയൊക്കെ, അവർ പറഞ്ഞു ഈ ആശയം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി നന്നായിട്ടില്ല, അവരിപ്പോഴും ഇസ്ലാം രാഷ്ട്രവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടത്? മുസ്ലിം സാമുദായിക ആചാര്യന്മാർ പറയുന്നതാണോ? അതല്ല മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നതാണോ? ഇത് അപകടകരമായിട്ടുള്ള കാര്യമല്ലേ VD സതീശനും കൂട്ടരും ചെയ്യുന്നത്? ഈ 4 വോട്ടിന് വേണ്ടി ഈ കേരളത്തിന്റെ സ്വസ്ഥത തകർക്കാൻ വേണ്ടി എന്തു ചെയ്യാമെന്നുള്ള തീരുമാനമാണോ? എതിർക്കണം. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ചേർന്നിട്ട് എതിർക്കണം. എങ്കിൽ മാത്രമേ ഇടതുപക്ഷം രക്ഷിച്ചു വെച്ചിരിക്കുന്ന, പടുത്തുയർത്തിയ ഈ സമാധാന അന്തരീക്ഷം ഇവിടെ നിലനിർത്താൻ സാധിക്കൂ. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ. ഞങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങൾ ഇതിനെ ജീവൻ ബലി കൊടുത്തും മതേതരത്വം സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. ഇനി നിർത്താതെ പറഞ്ഞാൽ അതൊരു വലിയ കടുങ്കൈ. ഇപ്പൊ തന്നെ ഒരു ചെറിയ കടുങ്കൈ ചെയ്തു, കുറച്ച് ദീർഘമായിട്ട് സംസാരിച്ചു. പക്ഷേ ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 41 സീറ്റിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. എവിടെ അവരുടെ വോട്ട്? അവരുടെ വോട്ട് BJPക്ക് ചെയ്ത് ജയിപ്പിച്ച് ആ കോർപ്പറേഷൻ BJPയുടെ കയ്യിൽ കൊടുത്തില്ലേ കോൺഗ്രസ്? അതിനാണോ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്? ഇടതുപക്ഷത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് എണ്ണം കൊണ്ട് കിട്ടിയത്, 1,67,000 ചില്ലുവാനും. പക്ഷേ സീറ്റുകൾ നഷ്ടപ്പെട്ടത് LDFനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അവരെ മനസ്സിലാക്കണം. മനോരമയും മാതൃഭൂമിയും എല്ലാം എഴുതുന്നൊന്നും അല്ല അവരുടെ സ്വഭാവം. അതുകൊണ്ട് ഈ അധികാരഭ്രാന്തന്മാരും ആർത്തിപ്പണ്ടാരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ UDFകാരെ കേരളത്തിന്റെ ഭരണത്തിലേക്ക് ദയവ് ചെയ്ത് പ്രവേശിപ്പിക്കരുതെന്ന് ജനങ്ങളോട് നമുക്ക് പറയാം. നമ്മൾ വന്നാൽ വീണ്ടും ഒരുപാട് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ ഉണ്ട്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സുസ്ഥിരമായ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി ചെയ്യാനാണ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത്. ഈ കേരളത്തെ നവകേരളമാക്കി മാറ്റുന്നതിൽ സഖാവ് പിണറായിക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വവും. അതോടൊപ്പം ഈ മുന്നണിയിലെ എല്ലാ പാർട്ടിയിലും പെട്ട മന്ത്രിമാർ അവരുടെ വകുപ്പിൽ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് LDFനെ ഒന്നിച്ചു നിൽക്കുന്ന ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. മാണി ഗ്രൂപ്പ് ഇതേ പോയി എന്ന് പറഞ്ഞു അല്ലേ? കേരള കോൺഗ്രസ് മാണി വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഞങ്ങൾക്ക് പിടിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു. ഒരു വിസ്മയം സംഭവിക്കാൻ പോകുന്നു. ജോസ് കെ മാണി ഇതാ UDFിലേക്ക് വരുന്നു. എന്ത് ആർത്തിയില എഴുതിയെന്നറിയോ? ജോസ് കെ മാണി നല്ല കണക്കിന് പറഞ്ഞു കൊടുത്തു കേട്ടോ. ആരെ കൊണ്ടാണ് ഈ പറയുന്നത്? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ മുന്നണിയിൽ ഞാൻ സ്ഥിരമായിട്ടുണ്ടായിരിക്കും. അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും ഞങ്ങളുടെ പാർട്ടി എന്ന് അവർ പറഞ്ഞപ്പോൾ ലഭ്യരായി. വിസ്മയം തീർന്നു. ഇനി അടുത്ത വിസ്മയത്തിന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുക. അതിനകത്ത് എന്തൊക്കെ വിസ്മയം നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ? കോൺഗ്രസിന്റെ ഈ വലിയ ജാഥയൊക്കെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴേക്കും വിസ്മയങ്ങൾ പലതും സംഭവിച്ചിരിക്കും. ഞാൻ ചുരുക്കുകയാണ്. ഈ ജാഥയെ
സ്വീകരിക്കാൻ വന്ന നിങ്ങളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാം നാട്ടിലെ ജനങ്ങളെ നുണപ്രചരണത്തിനെതിരായി ബോധ്യപ്പെടുത്തി ഇടതുപക്ഷത്തെ ശക്തമാക്കാൻ ശ്രമിക്കണം അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും.